കോതമംഗലം താലൂക്കിലെ ഗ്രാമപഞ്ചായത്തുകളിൽ മുന്നണികൾ പ്രതീക്ഷയിൽ. നിലവിലുള്ള പഞ്ചായത്തുകൾ നിലനിർത്താമെന്നും മറ്റുള്ളവ പിടിച്ചെടുക്കാനാകുമെന്നുമാണ് LDFും UDFും പ്രതീക്ഷിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യത്തിൽ രണ്ട് മുന്നണികളും പതിവിൽ കൂടുതൽ വാശിയിലാണ്. വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി മടങ്ങി. മനസ്സിലുള്ള വികാരം അവർ രേഖപ്പെടുത്തി കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും കണക്കുകൂട്ടലുകളും കിഴിക്കലുമാണ് ശനിയാഴ്ച വരെയുള്ള ആശ്രയം. താലൂക്കിൽ നിലവിൽ 5 വീതം പഞ്ചായത്തുകളാണ് LDFും UDFും ഭരിക്കുന്നത്. ആ 5 നിലനിർത്തുന്നതിനൊപ്പം മറ്റുള്ളവ പിടിച്ചെടുക്കുകയും വേണമെന്നായിരുന്നു ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞുവെന്ന അവകാശവാദത്തിലാണ് നേതാക്കൾ. നെല്ലിക്കുഴി, കോട്ടപ്പടി, പല്ലാരിമംഗലം, പൈങ്ങോട്ടൂർ, കവളങ്ങാട് എന്നീ പഞ്ചായത്തുകളാണ് ഇപ്പോൾ LDFിന്റെ ഭരണത്തിലുള്ളത്. പിണ്ടിമന, കീരമ്പാറ, കുട്ടമ്പുഴ, പോത്താനിക്കാട്, വാരപ്പെട്ടി എന്നീ പഞ്ചായത്തുകൾ LDFും ഭരിക്കുന്നു. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പൈങ്ങോട്ടൂരും കവളങ്ങാടും UDF ആണ് ഭരണത്തിലെത്തിയത്. കീരമ്പാറയിൽ LDFുമായിരുന്നു. എന്നാൽ പിന്നീടുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ ഭരണം മറുപക്ഷം പിടിച്ചെടുത്തതാണ്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്. നിലവിലുള്ളത് നിലനിർത്തുമെന്നും മറ്റുള്ളവയിൽ നിന്ന് ചിലത് പിടിച്ചെടുക്കുമെന്ന നേതാക്കളുടെ അവകാശവാദം അതേപടി ശരിയാവില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പലയിടങ്ങളിലും മാറ്റം മറിച്ചിൽ ഉറപ്പാണ്. കോട്ടപ്പടിയിലും പല്ലാരിമംഗലത്തും LDFിന് ചെറുതല്ലാത്ത വെല്ലുവിളി നേരിടുന്നുണ്ട്. ഉറച്ച കോട്ടയെന്ന് അവകാശപ്പെടുന്ന പിണ്ടിമനയിൽ പോലും UDFിന് ആശങ്കയുണ്ട്. വിമത സ്ഥാനാർത്ഥികളും കാലുവാരലുമാണ് ഇവിടെ UDFിന് വെല്ലുവിളി സൃഷ്ടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഊർജമാകുമെന്ന് കരുതിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ മുന്നണികളുടെ പോരാട്ടം. മുൻ തവണകളേക്കാൾ കൂടുതൽ പ്രാധാന്യമാണ് ബ്ലോക്ക് പഞ്ചായത്തിന് മുന്നണികൾ നൽകിയിട്ടുള്ളത്. ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയുള്ള പോരാട്ടത്തിന്റെ ഫലം പ്രവചനാതീതം എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ജില്ലാ പഞ്ചായത്തിൽ നെല്ലിക്കുഴിയിലേത് ഗ്ലാമർ പോരാട്ടമായിരുന്നു. TM അബ്ദുൽ അസീസും PIM ബഷീറും തമ്മിലുള്ള മത്സരം രണ്ട് മുന്നണികളും അഭിമാന പോരാട്ടമായാണ് കാണുന്നത്. ഫലം നെല്ലിക്കുഴിയുടെ രാഷ്ട്രീയത്തിലും ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. പോത്താനിക്കാട്, നേര്യമംഗലം ജില്ലാ ഡിവിഷനുകളിൽ വിജയം തങ്ങൾക്കൊപ്പമാകുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. പ്രതീക്ഷ കൈവിടാൻ LDFും തയ്യാറല്ല.